ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ചാനൽ. വീണ്ടും ഇന്നത്തെ ഫ്രൈഡേ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നല്ല ബിഗ് സ്പൈക്ക് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിക്കാണും. സോ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്തൊന്നും എനിക്കറിയില്ല. സോ ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് മോർണിംഗിൽ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന പ്രോഫിറ്റൊന്നും ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. എനിക്ക് മിനിമം ഒരു പ്രോഫിറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സെഷൻ ആയിരിക്കില്ല ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്, ബിക്കോസ് എനിക്കിവിടെ രണ്ടാമതൊരു എൻട്രി സെൻസെക്സിലാണ് കിട്ടിയിട്ടുള്ളത്. ഓൾ റൈറ്റ്. സോ സെൻസെക്സിൽ നല്ല ബിഗ് ഫോളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത്. ആസ് ലൈക്ക് ഓൾ ഇൻഡെക്സ്, എല്ലാ ഇൻഡെക്സിനെ പോലെ തന്നെ സെൻസെക്സിൽ നല്ല ബിഗ് ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയാണ്. സോ ഞാനിത് എടുക്കാനുള്ള കാരണം, ഇത് നല്ലൊരു സ്പൈക്ക് മുകളിലോട്ടേക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി ഇത് 15 പ്രൈസിൽ നിന്ന് 60 സംതിങ് പോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ എനിക്ക് വേണ്ടിയിരുന്നത് പ്രൈസ് എന്തായാലും എൻ്റെ ഒരു സോൺ വരെ തിരിച്ച് പ്രൈസ് വരണം, എന്നിട്ട് ഞാനൊരു എൻട്രി എടുക്കണം. ആ ഒരു സോണിൽ നിന്നാണ് എൻ്റെ എൻട്രി വരുന്നുള്ളത്. സോ എൻട്രി ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൈസ് കുറച്ച് ഡീക്കേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ട് നോക്കിയൊക്കെ മനസ്സിലാവും, നിഫ്റ്റിക്ക് അപ്പ് ട്രെൻഡിലേക്ക് പോകാനുള്ളൊരു ഇൻട്രസ്റ്റേ ഇല്ല. ഓക്കെ. സോ പക്ഷേ നമ്മുടെ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഈ സോൺ വന്നിട്ടുണ്ട് എനിക്ക്. സോ ഈ ഒരു സോണിൽ ഞാൻ എൻട്രി എടുക്കുന്നുണ്ട്. 0.236 റേഞ്ചിലാണ് ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. 27 പ്രൈസിലാണ് ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. ഓക്കെ. സോ എനിക്ക്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് താഴേക്ക് വരാൻ ചാൻസ് ഇല്ല. മീൻസ് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ അപ്പ് ട്രെൻഡിലേക്ക് പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, ഏറ്റവും ഡൗണിൽ തന്നെയാണുള്ളത്. ഓക്കെ. പക്ഷെ നമ്മുടെ സെൻസെക്സിൻ്റെ, ഞാൻ സെൻസെക്സ് ട്രേഡ് എടുക്കുന്നത് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ട് നോക്കിയിട്ടാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് ഓൾറെഡി മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചവർക്കൊക്കെ അറിയാം. പിന്നീട് ഞാൻ പറയാനുള്ള കാരണം വെച്ചെങ്കിൽ, സെൻസെക്സിൻ്റെ പുട്ട് സൈഡിലേക്കുള്ളൊരു എൻട്രി പെർഫെക്റ്റ് ആണ്. 0.236 റേഞ്ചിൻ്റെ നമ്മുടെ സോണ്, ഗോൾഡൻ സോണിൻ്റെ റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ എൻട്രി ഉള്ളത്. 27 ചെറിയൊരു പ്രൈസ് ഡീക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു സോണ് കഴിയാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വരില്ല. ഓക്കെ. സോ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വന്നിട്ടുമില്ല, എൻട്രി സോണിൻ്റെ പെർഫെക്റ്റ് റേഞ്ചിൽ തന്നെയുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫ്യൂച്ചർ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വീക്കിൻ്റെ, അതായത് പ്രീവിയസ്ലി ഒരു വീക്കിൻ്റെ ഒരു ലോവും കൂടി അവിടെ ഉണ്ട്. ഇന്നലത്തെ വീക്കല്ല, ലാസ്റ്റ് വീക്കല്ല, ഒരു ലോ അവിടെ കിടപ്പുണ്ട് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ. സോ ആ ഒരു ലോയിനും കൂടി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ശ്രമിക്കാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. നമുക്കതും കൂടി കാണാൻ വേണ്ടി പറ്റും. സോ നടുവിൽ രണ്ട് ചാർട്ട് കാണുന്നത് ബാങ്ക് നിഫ്റ്റിൻ്റെ പ്രീമിയമാണ്. സോ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ചാർട്ടും ലാസ്റ്റ് ചാർട്ടുമാണ്, സെൻസെക്സിലെ ചാർട്ടും. ഓക്കെ. സോ നിങ്ങൾക്കിവിടെ നിഫ്റ്റിയിൽ ഫ്യൂച്ചറിലെ ചാർട്ടിൽ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്, വീക്ക് ചാർട്ടാണ്. സോ ആ ഒരു ടൈമിലാണ് നമ്മുടെ സെൻസെക്സിൻ്റെ സ്പൈക്ക് അഗെയിൻ വരുന്നുള്ളത്. സോ നിഫ്റ്റിയിലൊരു ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. നിഫ്റ്റിൻ്റെ ഒരു ചെറിയ പ്രീമിയത്തിലെ ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. സെൻസെക്സിൽ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ദിസ് ഈസ് വാട്ട് ഐ എം ടെല്ലിങ്, ബൈ ലോ സെൽ ഹൈ. നമുക്ക് മുകളിൽ നിന്നല്ല ബൈ, താഴെ നിന്നാണ് ബൈ. മനസ്സിലായോ? ബൈ ലോ സെൽ ഹൈ. ഇറ്റ്സ് ലൈക്ക് 200% പ്ലസ് 300-400%. 27 ആണ് ബൈ പ്രൈസ് ഗൈസ്. ഏറ്റവും ലോയിലാണ് പ്രൈസ് ബൈ ചെയ്യുന്നുള്ളത് ഞാൻ. റൈറ്റ്. സോ നിഫ്റ്റിൻ്റെ ടാർഗറ്റ് പെൻഡിങ് ആണ്. സെൻസെക്സിൻ്റെ സ്പൈക്ക് എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഔട്ട് ഓഫ് ദ ചാർട്ട് എനിക്ക് പ്രീമിയം കാണാൻ പറ്റുന്നില്ല. Out of the chart. This is what I'm telling guys. Thank you so much for watching this video.